തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടിലെത്തിക്കുകയാണ്. വിപുലമായ ചടങ്ങുകളോടെ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുമെന്നാണ് കുടുംബം പറഞ്ഞത്. സലീം മാലിക് ചേരും. സലീം, വിവാദങ്ങൾ ഇനിയും ഒഴിയുന്നില്ല. മരണകാരണം വ്യക്തമാകാൻ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലമടക്കം വരാനുണ്ട്. നിലവിൽ സംസ്കാര ചടങ്ങുകൾ, അതായത് സമാധി ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശം? നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി കുടുംബം വീട്ടിലേക്ക് എത്തിച്ച് സമാധിയിരുത്തുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറെ വിവാദമുണ്ടായിരുന്നു. തുടക്കത്തിൽ ദുരൂഹ മരണമെന്നടക്കമുള്ള ആരോപണം ഉയർന്നു. ഇതിൽ പ്രാഥമികമായി അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറയുമ്പോഴും ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ അന്തിമമായ തീർപ്പുണ്ടാകൂ എന്നാണ് അന്വേഷണ സംഘം അടക്കം പറഞ്ഞത്. എന്തായാലും ഇതിനിടയിൽ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നെടുത്ത്